സിസിയോണിൽ റോമൻ കാലഘട്ടത്തിലെ ഒരു വൈൻ ഷോപ്പ് കണ്ടെത്തിയിരിക്കുന്നു. ഇതിന് 1600 വർഷം പഴക്കമുണ്ടെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതൊരു സാധാരണ വൈൻ ഷോപ്പ് ആയിരുന്നില്ല, അക്കാലത്തെ ആഡംബര മദ്യശാലകളിൽ ഒന്ന്. പെട്ടെന്നുണ്ടായ പ്രകൃതി ദുരന്തത്തിലോ ആക്രമണത്തിലോ ആയിരിക്കാം മദ്യശാല തകർന്നതെന്ന് കരുതപ്പെടുന്നു. കാനഡയിലെ വിൽഫ്രെഡ് ലോറിയർ യൂണിവേഴ്സിറ്റിയിലെ പുരാവസ്തു ഗവേഷകനായ സ്കോട്ട് ഗാലിമോറും ഓസ്റ്റിൻ കോളേജിലെ ക്ലാസിക് പണ്ഡിതനായ മാർട്ടിൻ വെൽസുമാണ് ഗവേഷണങ്ങൾക്ക് പിന്നിൽ. ജനുവരിയിൽ ഷിക്കാഗോയിൽ നടന്ന ആർക്കിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്കയുടെ വാർഷിക യോഗത്തിൽ അവർ തങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചു. മദ്യശാലയ്ക്കുള്ളിൽ നിന്നും മാർബിൾ മേശകളും പൊട്ടിയ മൺപാത്രങ്ങളും 60 വെങ്കല നാണയങ്ങളും ഗവേഷകർ കണ്ടെടുത്തു. 337 മുതൽ 361 വരെ നീണ്ട കോൺസ്റ്റൻഷ്യൻസ് രണ്ടാമന്റെ ഭരണകാലത്തേതാണ് പല നാണയങ്ങളും. ഇവ മദ്യശാലയുടെ തറയിൽ ചിതറിക്കിടക്കുന്ന രീതിയിലായിരുന്നു. ഒരു സെറ്റാമിക് പാത്രത്തിലോ മറ്റോ സൂക്ഷിച്ചതായിരിക്കും നാണയങ്ങൾ. പെട്ടെന്നുണ്ടായ ദുരന്തത്തിൽ അല്ലെങ്കിൽ മദ്യശാല നശിപ്പിക്കപ്പെട്ടപ്പോൾ പാത്രങ്ങൾ തറയിൽ വീണെന്നും നാണയങ്ങൾ ചിതറിപ്പോയെന്നും വിലയിരുത്തുന്നു. അതേസമയം മദ്യശാല തകരാനുള്ള കാരണങ്ങൾ കൃത്യമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഭൂകമ്പമോ അപകടകരമായ കാലാവസ്ഥയോ ആകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഗവേഷകരുടെ അഭിപ്രായ പ്രകാരം കടയിൽ വൈൻ മാത്രമല്ല, ഒലിവ് ഓയിൽ പോലുള്ള വിവിധ വസ്തുക്കളും വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. മുന്തിരിയും ഒലിവും പാകപ്പെടുത്താനുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു കെട്ടിട സമുച്ചയത്തിന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞ സൈറ്റ്. നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് വൈൻ ഷോപ്പ് ഉപേക്ഷിക്കപ്പെട്ടതായും ഗവേഷകർ കരുതുന്നു.